നമസ്തേ. ഉദയകുമാർ, പ്രണവം യോഗ ആചാര്യൻ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന യോഗ പാർശ്വാസനം എന്ന് പറയും. പാർശ്വം എന്നാൽ നമുക്കറിയാം, നമ്മുടെ ഈ വശത്തേക്കാണ് പാർശ്വം എന്ന് പറയുന്നത്. വാരിയലിൻ്റെ ഈ സൈഡിലേക്ക് രണ്ട് ഭാഗത്തേക്ക്. അപ്പോൾ ആ ഭാഗങ്ങളിലേക്ക് നമുക്ക് റിസൾട്ട് കിട്ടാനുള്ള ഒരു യോഗയാണ് പാർശ്വാസനം എന്ന് പറയപ്പെടുന്നത്. നമുക്കറിയാം, പൻകറിയസിൻ്റെ ആ ഭാഗങ്ങളെല്ലാം തന്നെ, വാരിയലിൻ്റെ ഭാഗങ്ങളെല്ലാം തന്നെ നമുക്ക് ആ ഭാഗത്തെല്ലാം ഫങ്ഷനുകളും കൃത്യമായിട്ട് നടത്താനും എല്ലാം തന്നെ സഹായിക്കുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് വളരെ ഷോർട്ടായിട്ടാണ് കാര്യങ്ങൾ പറയാം. വളരെ സ്ലോലി ചെയ്യണം, നോക്കുക. യോഗയെല്ലാം അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നേരെ കൈ കാലുകൾ ചേർത്ത് വയ്ക്കുക. കാൽപാദം രണ്ടും കൂട്ടി വെച്ചിരിക്കണം. അതിൻ്റെ ഉപ്പുകുറ്റിയും മുന്നിലത്തെ പെരുവിരൽ രണ്ടും തന്നെ ചേർത്ത് വയ്ക്കണം. അങ്ങനെ കൂട്ടി വയ്ക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, കൈകൾ രണ്ടും അമർത്തി ചേർത്ത് വയ്ക്കുക. രണ്ട് വശങ്ങളിലും നിവർന്നിരിക്കണം. കൈകളെല്ലാം നിവർന്നിരിക്കണം. കൈവിരലുകൾ അഞ്ചും ചേർന്നിരിക്കണം. ഇവിടുന്ന് ഒന്നറിയുമ്പോൾ വലത് കൈ സ്ലോവിൽ വശങ്ങളിൽ കൂടെ ഉയർത്തിക്കൊണ്ടുവരിക. ശ്വാസം നോർമൽ തന്നെയാണ്. ഈ സമയത്ത് നോർമലായി ശ്വസിച്ചാൽ മതി. ഇവിടെ കൈകൾ ഉയർത്തി വെച്ചു. പിന്നീട് വന്ന് കൈ മലർത്തി മുകളിലേക്ക് കൊണ്ടുപോകാം. ഉയർത്തി പിടിക്കുക. കൈയുടെ വെള്ളഭാഗം ഓപ്പോസിറ്റിലേക്ക് നോക്കിക്കൊണ്ട് കൈയുടെ മസിലുകൾ ചെവിയോട് ചേർന്ന് നിവർത്തി പിടിക്കുക. ഇനിയാണ് പൂർണ്ണസ്ഥിതി. ഒന്നായി മൂക്കിൽ കൂടെ സ്ലോലി ശ്വാസം എടുക്കുന്നതോടുകൂടി ഇടതുവശത്തേക്ക് വാരിയലിൻ്റെ ഭാഗം നേരെ ബെൻഡ് ചെയ്ത് അവിടെ പോയി നിൽക്കുക. ആയിക്കോളൂ. ബെൻഡ് ചെയ്ത് അവിടെ നിൽക്കുക. പയ്യെ ശ്വാസം വിട്ടുകൊണ്ട് നിൽക്കുക. 3, 4 നല്ല കൈകൾ ഉയർത്തിപ്പിടിച്ച കൈകൾ പയ്യെ വശങ്ങളിൽ കൂടെ തിരിച്ചു കൊണ്ടുവരിക. ശ്വാസം നോർമൽ. സ്ലോ. ശേഷം കൈകൾ കമിഴ്ത്തി പതുക്കെ താഴ്ത്തുക. 5, ചേർത്ത് വെച്ച കൈകൾ ഇതേപോലെ തന്നെയാണ് ഇടതുവശത്തേക്കും ഈ യോഗ ചെയ്ത് തീർക്കാവുന്നതാണ് കാര്യങ്ങൾ.